ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആവുന്നതിന് മുന്നേ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. എഡിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഗാലറിയിൽ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് വോയിസ് കൊടുക്കാനൊന്നും എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊരു സൺഡേ വ്ളോഗും കൂടിയാണ്. അച്ഛനും അമ്മയും അനിയത്തിയും കൂടെ വന്ന ദിവസത്തെ ഒരു വ്ളോഗാണ്. നിങ്ങളൊരു ഷോർട്ട് കഴിഞ്ഞിട്ടുണ്ടാവും, മുന്നത്തെ ഒരു ഷോർട്ട് ഇട്ടുണ്ടായിരുന്നു അവരെല്ലാവരും വന്നത്. അപ്പോൾ പിറ്റേ ദിവസം സൺഡേ രാവിലെ എഴുന്നേറ്റ് ഞാനിത് നേരത്തെ എഴുന്നേറ്റിരുന്നില്ല കേട്ടോ. നമ്മൾ കിടക്കാൻ ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു എല്ലാവരും ഉള്ളത് കൊണ്ട്. അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റ് എൻ്റെ ചായ പരിപാടിയിലേക്ക് നിൽക്കട്ടോ. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ കർട്ടൻ വെക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ അളവൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതിൻ്റെ ആളെത്തിയിട്ടില്ല. നമുക്ക് കർട്ടൻ വെക്കാൻ കുറച്ച് റിസ്ക്കും കാര്യങ്ങളുണ്ട്. കാരണം നമ്മുടെ ഹോബ് നടുക്ക് സെൻറ്ററിൽ അങ്ങനെ വന്നതുകൊണ്ട്. പിന്നെ കർട്ടൻ വെച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ അപ്പുറത്ത് കണ്ടോ വീട് പണിയും കാര്യങ്ങളും നടക്കണം. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ട് കേട്ടോ നമുക്ക്. അങ്ങനെ ഞാനിത് ചായക്ക് വെള്ളം വെച്ചിട്ട് ബാക്കിയുള്ള പരിപാടിയിലേക്ക് നിൽക്കാൻ കേട്ടോ. കുറേ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഉള്ളൊരു ദിവസത്തെ വീഡിയോ ആണ്. രാവിലെ ചായക്ക് ആദ്യം വെള്ളം വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനിത് ബാക്കിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കട്ടെ. അതിൻ്റെ ഇടയിൽ അമ്മ എഴുന്നേറ്റിട്ട് കേട്ടോ. അമ്മ എഴുന്നേറ്റിട്ട് ഞാൻ എൻ്റെ ക്യാമറ ഓണാണ് കണ്ടപ്പോൾ അമ്മ അടുക്കളയിലേക്ക് വന്നില്ല. അമ്മ അങ്ങനെ മുറ്റടിച്ചു തരാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് പുട്ടാണ് കേട്ടോ. പുട്ടിനുള്ള പൊടി ഇതാക്കണം. ഞാൻ അജ്മിയുടെ പുട്ടുപൊടിയാണ് വാങ്ങാറ്. സ്ഥിരം വാങ്ങുന്ന പൊടി അത് തന്നെയാണ് കേട്ടോ. വേറൊരു പൊടി ഞാൻ മാറ്റി യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിലേക്ക് ഉപ്പിട്ടിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അത് കുറച്ച് നേരം അവിടെ കുതിരാൻ വേണ്ടിയിട്ട് വെക്കും. പിന്നെ കറി ചിക്കൻ കറി തലേ ദിവസത്തെ ഉണ്ട്. അപ്പോൾ ചെറുപയർ കറി ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമല്ല കേട്ടോ. പക്ഷെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. ചിക്കൻ കറി ഉള്ളത് കൊണ്ട് ധാരാളം ചിക്കൻ കറി ഉണ്ടായിരുന്നു തലേ ദിവസത്തെ. പിന്നെ നമ്മൾ ഇതാക്കണു ഗ്യാസുമ്പോൾ തന്നെ കേട്ടോ ഫുള്ള് പരിപാടിയും കാര്യങ്ങളൊക്കെ വിറക് തീർന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കുടിവെള്ളം വെക്കാൻ വേണ്ടിയിട്ട് ഞാനിതാക്കണം ഇൻഡക്ഷൻ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് പുട്ടിലേക്കുള്ള പൊടിയൊക്കെ നനച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ വെള്ളം ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ കുതിർന്നോളും. പിന്നെ ബാക്കിയുള്ള ഇപ്പോൾ കഴിഞ്ഞ ദിവസം കഴുകി വെച്ച പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. കുറേ പാത്രങ്ങൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ തുറന്ന് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ രാവിലെ തന്നെ എടുത്ത് വെക്കുകയാണ്. തലേ ദിവസം ഫ്രാൻസിൻ്റെ കളി ഉള്ളതുകൊണ്ട് അച്ഛനും ഏട്ടനും കളിയൊക്കെ കഴിഞ്ഞ് കിടന്നപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവർ എഴുന്നേറ്റിട്ടില്ല. അമ്മ എഴുന്നേറ്റ് മുറ്റടിച്ചു തരാൻ പോയി. പിന്നെ അമ്മൂട്ടിയും കിച്ചും സച്ചുട്ടനും കൂടി ഒരു റൂമിലാണ് കിടന്നിട്ടുള്ളത്. ഞാനും ഏട്ടനും ഹാളിലാണ് കേട്ടോ കിടന്നത്. ഞങ്ങൾ പിന്നെ ഒരു 3 മണിക്ക് ആയപ്പോൾ അച്ഛനും ഏട്ടനൊക്കെ എഴുന്നേറ്റ് കളി കാണുന്ന ശബ്ദം അങ്ങനെ കേട്ടിരുന്നു. പക്ഷെ ഞാൻ ഉണർന്നില്ല. ഞാൻ തലയിൽ കൂടെ പുതപ്പിട്ട് ഞാൻ നല്ല ഉറങ്ങി. അങ്ങനെ പിന്നെ ചോറിനും വെള്ളം വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ സ്പീക്കറൊക്കെ ഓണാക്കി പാട്ട് വെക്കുന്നുണ്ട്. രാവിലെ അങ്ങനെ പാട്ട് വെച്ചിട്ട് ജോലി ചെയ്യുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ്. പിന്നെ ഉണ്ടല്ലോ നമ്മൾ അച്ഛനും അമ്മയും കൂടെ വന്നിട്ട് 2 ദിവസത്തിൽ കൂടുതലൊന്നും ഇവിടെ നിൽക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നും കൂടെ നിന്നിട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് അവർ കേൾക്കുന്നേ ഇല്ല. ബാക്ക്ഗ്രൗണ്ടിൽ ഏട്ടനും അമ്പാടി നന്നായിട്ട് ശല്യം ചെയ്യുന്നുണ്ട് കേട്ടോ. മിണ്ടായിരിക്കും കേട്ടോ. പിന്നെ അങ്ങനെ ഇതാക്കണു. ചോറിന് അരിയൊക്കെ കഴുകിയിട്ടിട്ടുണ്ട്. ചായ ആയി, കുടിവെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതുണ്ടല്ലോ ഏട്ടനും അച്ഛനും കൂടെ ഇന്ന് ഇറച്ചിയൊക്കെ വാങ്ങിയിട്ട് അവരെന്നെ വെച്ചോണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കറിയുമ്മയ്ക്കൊന്നും നിന്നിട്ടില്ല കേട്ടോ. ചോറും വെക്കുന്നുള്ളൂ, ചായയും ബ്രേക്ക്ഫാസ്റ്റും മാത്രം ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി ഉച്ചത്തേക്കുള്ള കറികളൊക്കെ ഏട്ടനും അച്ഛനും കൂടെ ഏറ്റെടുത്തതുകൊണ്ട് ആ ഒരു ജോലി എനിക്ക് തീർന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാനിതാക്കൊണ്ട് ചായ റെഡിയായി, കുടിവെള്ളം റെഡിയായി, അരി കഴുകിയിട്ട് പിന്നെ അതിൻ്റെ ഞാനൊരു ഗ്ലാസ് ചായ കുടിക്കട്ടെ. അമ്മ പിന്നെ ഈ പരിസരത്തേക്ക് വരുന്നേ ഇല്ല. അമ്മയ്ക്കുള്ള ചായ ഞാൻ കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ദീപാങ്കോട്ടിൽ പോയപ്പോൾ ഏട്ടന് സോഫയിൽ കയറി കിടന്നിട്ടുണ്ട് കേട്ടോ. താഴെ കിടന്ന ആളായിരുന്നു. പിന്നെ എപ്പോഴാണ് സോഫയിൽ കയറി കിടന്നിട്ടൊക്കെ ഉണ്ട്. ഈ വീഡിയോ ഇപ്പോൾ വോയിസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നുട്ടോ. കാരണം അന്ന് എല്ലാവരും നമ്മുടെ ഒത്തുകൂടിയ സമയത്ത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. തലേ ദിവസം തറവാട്ടിലുള്ള ആൾക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ അച്ഛന് പെട്ടെന്ന് അങ്ങനെ സുഖമില്ലാതെ ആയതൊക്കെ ചിന്തിക്കുമ്പോൾ ഭയങ്കര സങ്കടവും കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഇതാക്കണം അച്ഛനും അമ്മയും എല്ലാവരും ഇതാക്കണം എഴുന്നേറ്റ്. അമ്മയുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അച്ഛൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഞാൻ ആ സമയം കൊണ്ട് വേഗം അലക്കാനുള്ളത് മെഷീനിൽ കൊണ്ടിട്ടതിന് ശേഷം ഞാൻ സിറ്റ് ഔട്ടൊക്കെ അടിച്ച് വാരി എടുക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ചൂലാണ് കേട്ടോ. എത്ര ദിവസത്തെ ഓടുന്നു എനിക്കറിയില്ല. ആരംഭത്തിൽ വലിയ എന്താ പറയുക ഇഷ്ടമൊക്കെയാണ്. അങ്ങനെ ഞാൻ സിറ്റ് ഔട്ട് അടിച്ച് വാരി തുടച്ചിട്ടതിന് ശേഷം ഞാൻ എന്താ പുട്ടുണ്ടാക്കാൻ വേണ്ടി അപ്പോഴത്തേക്ക് മക്കളൊക്കെ എഴുന്നേറ്റ് പല്ല് തേപ്പും കൂളിയൊക്കെ അവർ കഴിക്കുന്നത് കിച്ചു ഇതാക്കണം വിളക്ക് വെക്കാൻ വേണ്ടി എണ്ണ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ പുട്ടൊക്കെ റെഡിയാക്കുന്നുണ്ട്. തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ വേഗം ഞാൻ എൻ്റെ പുട്ടിനുള്ള 2 ട്രിപ്പ് വെച്ചതിന് ശേഷം എന്താ കിച്ചും സച്ചുട്ടനും കുളിച്ച് വന്ന് വിളക്ക് വെക്കുന്നുണ്ട്. ആ സമയത്താണ് കേട്ടോ ഏട്ടൻ പുറത്ത് പോയിട്ട് ഇറച്ചി വാങ്ങി വരാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഏട്ടന് യാത്ര അയക്കുന്നല്ലോ കേട്ടോ. മുഖത്ത് എന്തൊരു പ്രാണി വന്നിരുന്നപ്പോൾ അതിനെ ആട്ടിയതാണ് ഞാൻ. അങ്ങനെ ചെറുതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സച്ചുട്ടനും പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടന് ചിക്കൻ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പോയി. അങ്ങനെ ഞാനും വേഗം പോയി കുളിച്ചിട്ടു. അപ്പോൾ അച്ഛൻ്റെ കുളിയും കഴിഞ്ഞു, അമ്മയുടെ കുളിയും കഴിഞ്ഞു, അമ്മൂട്ടിയും മക്കളൊക്കെ കുളിച്ചു. പിന്നെ ഞാൻ മാത്രമേ കുളിക്കാനുണ്ടായിരുന്നുള്ളൂ. ഞാൻ തന്നെ പെട്ടെന്ന് പോയി കുളിച്ച് കഴിഞ്ഞിട്ട് മക്കൾക്ക് ചായ കൊടുക്കാണ്ട് ഇനി ഏട്ടൻ വന്നിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ. അപ്പോൾ പുട്ടും ചിക്കൻ കറിയും ചെറുപയർ കറിയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് അച്ഛൻ ചിലപ്പോൾ ചിക്കൻ കറി രാവിലെ കഴിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെറുപയർ കറിയൊക്കെ ഉണ്ടാക്കി.
അപ്പോൾ മക്കൾക്ക് രണ്ടുപേർക്കും മേശയമ വെച്ചതിന് ശേഷം ഞങ്ങൾ ടി വി കണ്ടിരിക്കേണ്ട ആ സമയം കൊണ്ട് ഏട്ടനും ചിക്കനൊക്കെ വാങ്ങി വന്നു. പിന്നെ എല്ലാവരും ഇരുന്നിട്ട് ഭയങ്കര രസമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം വരുമല്ലേ. പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏട്ടനും അച്ഛനും തന്നെ അതൊക്കെ നന്നാക്കാൻ പോയത്. അപ്പോൾ അകത്തുനിന്ന് കഴുകണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഏട്ടൻ പുറത്ത് പോയി കഴുകാനുണ്ട്, നമ്മുടെ കൊട്ടത്താളത്ത് പോയിട്ടുണ്ട് കഴുകുന്നത്. അപ്പോൾ ഏട്ടൻ കട്ട് ചെയ്യുന്നുണ്ട്, നീ ഇതും വീഡിയോ എടുക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നോട്. പിന്നെ അതൊക്കെ കഴുകി കഴിഞ്ഞ് ക്ലീൻ ആക്കിയതിന് ശേഷം കുക്കിംഗ് അച്ഛനാണ് കേട്ടോ. ക്ലീനിങ് ഏട്ടനും ചെയ്ത് കൊടുത്തു, കുക്കിംഗ് അച്ഛനും കൂടിയാണ്. അപ്പോൾ രണ്ട് അടുപ്പ് ഗ്യാസുമ്മലായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം പെട്ടെന്ന് തീർത്തിട്ട് ഇതാക്കണം. ഉച്ചത്തേക്ക് ഇങ്ങനെ ഭക്ഷണം കഴിക്കണേ മുന്നേ കേട്ടോ നമ്മൾ സിറ്റൗട്ടിൽ വന്ന് കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ്റെ ബുള്ളറ്റ് ഇങ്ങനെ നനയുന്നുണ്ട് കേട്ടോ. നമ്മൾ ചെടികളൊക്കെ കൊമ്പ് വെട്ടി കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അച്ഛന് ഇതാക്കണം, ഞാൻ മീഷോയിൽ ഒരു ടീഷർട്ട് വാങ്ങിയതായിരുന്നു കേട്ടോ ഏട്ടന്. പക്ഷെ അത് ഏട്ടന് ലെങ്ത് ഇല്ല. അപ്പോൾ അച്ഛനാണെങ്കിൽ കറക്റ്റാണ്. അപ്പോൾ അച്ഛനോട് ഞങ്ങൾ ഇട്ട് നല്ല ഭംഗിയുണ്ട്, അച്ഛൻ കൊണ്ടുപോയിക്കോന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അമ്മയും അച്ഛനും ഞങ്ങൾ എല്ലാവരും കൂടെ സിറ്റൗട്ടിൽ ഇരുന്ന് സംസാരിക്കുകയാണ്. പിന്നെ അവർക്ക് ഇന്ന് തന്നെ പോകണം. അതിൻ്റെ ഇടയിൽ ഏട്ടനൊന്ന് പുറത്ത് പോയി വന്നപ്പോൾ 3 ആൾക്കും റൊണാൾഡോൻ്റെ ജേഴ്സി കൊണ്ടുവന്നിട്ട്. ഇവിടെ മക്കൾ 3 പേരും റൊണാൾഡോ ഫാൻസാണ്. ഏട്ടൻ ഫ്രാൻസാണ്, ഞാൻ അർജൻറ്റീനയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല അടിയാണ് കേട്ടോ ഗൈസ് ഉണ്ടാവാറ്. ഓരോ ദിവസം കളി വരുമ്പോൾ നമ്മളുടെ ടീം, ഞാൻ പിന്നെ സൈലൻറ്റ് അർജൻറ്റീനയാണ്. ഞാൻ ജയിക്കുമ്പോൾ മാത്രമേ ഞാൻ പുറത്തേക്ക് വയലൻ്റ് ആവാറുള്ളൂ. അങ്ങനെ 3 പേരും ജേഴ്സിയൊക്കെ ഇട്ടിട്ട് അച്ഛനും ഞാനും അർജൻറ്റീനയാണ്, ഏട്ടൻ ഫ്രാൻസാണ്, മക്കൾ 3 പേരും ഇതാകുന്നു റൊണാൾഡോൻ്റെ ടീംസാണ് കേട്ടോ. അപ്പോൾ ഏട്ടനെ ഇങ്ങനെ കളിയാക്കുന്നുണ്ട്, നിങ്ങൾ തോൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും തന്നെ 3-4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തിരിച്ച് അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉച്ചത്തേക്ക് ലഞ്ചും കഴിക്കാനിരുന്നു. എല്ലാവരും പെട്ടെന്ന് ലഞ്ചൊക്കെ കഴിച്ചു. പിന്നെ അമ്മൂട്ടി പോകാൻ വേണ്ടി ഒരുങ്ങാം കേട്ടോ. നമുക്ക് നമ്മളെ വീട്ടിലെല്ലാവരും വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം, പോകുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കില്ല. പിന്നെ ആ അവസ്ഥയാണ് കേട്ടോ. പെട്ടെന്ന് കാലാവസ്ഥയും മാറി, മക്കളുടെ അവസ്ഥയും മാറിയിട്ട് സച്ചുട്ടിനൊക്കെ ഭയങ്കര കരച്ചിലിട്ടോ പോകുന്നത് കണ്ടിട്ട്. പെട്ടെന്നാണ് അവർ ഒരുങ്ങിയത്. കാരണം ഞങ്ങൾ ഇന്നും പോവില്ല, ഇന്നും കൂടെ പിടിച്ച് നിർത്തണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അച്ഛനെ ഒരിക്കലും നിൽക്കുന്നില്ല കേട്ടോ. അച്ഛന് ഒരു രാത്രി നിന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ രാത്രി അച്ഛൻ നിൽക്കില്ല, അച്ഛൻ്റെ വീട്ടിലെത്തണം. അങ്ങനെ അവരൊക്കെ യാത്ര അയച്ചു. സച്ചുട്ടിന് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീണ്ടും കാണാം. ബായ്.